എല്ലാവർക്കും നമസ്കാരം. അബ്ദുല്ല കാസർഗോഡാണ്. സഹോദരന്മാരെ, എനിക്ക് ഹിന്ദു സഹോദരന്മാരോടാണ് സംസാരിക്കാനുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഫോട്ടോ വരച്ചിട്ട് ഒരു ജസ്നാന്നൊരു മുസ്ലിം സ്ത്രീ എന്ന് പറയാ, അവളൊരു ഫോട്ടോ വരച്ചിട്ട് അവസാനം അത് എല്ലാ പാവങ്ങളും മുസ്ലിം സമുദായത്തിൻ്റെ തലയിലേക്ക് എത്തിയ പോലെ തോന്നുന്നു. കാരണം ഓരോ ചാനലും കാണുമ്പോൾ, ഓരോ വീഡിയോ കാണുമ്പോൾ എല്ലാത്തിലും മുസ്ലിം സമുദായം ഇവിടുത്തെ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി എന്ന് വിചാരിക്കുന്ന പോലത്തെ വീഡിയോ കാണുമ്പോൾ രണ്ട് വാക്കെനിക്ക് പറയണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഹിന്ദു സഹോദരന്മാർ കേൾക്കണം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ സ്നേഹ സൗഹാർദ്ദം എന്ന് പറയുന്നില്ലേ, മതങ്ങളെല്ലാം തമ്മിൽ നമ്മളെല്ലാവരും ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരായാലും സ്നേഹത്തോടും സന്തോഷത്തോടും ഭക്തിയോടും കൂടി ജീവിക്കുന്ന ഒരു നാടാണ് നമ്മൾ കേരളം. അപ്പോൾ അവിടെ വർഗീയ ചിന്താഗതിക്ക് ഒരു സ്ഥാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഉദ്ദേശം വെച്ചെങ്കിൽ, ഞാനൊരു ഹിന്ദു സഹോദരൻ്റെ വീഡിയോ കേട്ടു. അതായത് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വരച്ചവൾ ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി. എനിക്കിപ്പോൾ ഹിന്ദുക്കൾക്ക് എന്നോട് വലിയ ഒരു വിദ്വേഷം ഇപ്പോൾ കാണിക്കുന്നു. കാരണം ഞാൻ അവർക്ക് വൈകുന്നേരം വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഇപ്പോൾ ഹിന്ദു സമുദായം എൻ്റെ നേർക്ക് തിരിഞ്ഞിന്, ഞാൻ നല്ല കാര്യം മാത്രമാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ, ഒരു ഹിന്ദു സഹോദരൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ ആ ഹിന്ദു സഹോദരൻ ഹിന്ദുക്കളോട് പറയുന്നൊരു വാക്കാണ്, അതായത് ഹിന്ദുക്കൾ ഉണരണം, ഇല്ലെങ്കിൽ മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ ചവിട്ടി തേക്കും, നമ്മൾ ഇകഴ്ത്തി കാണിക്കും, അതാണ് അവരുടെ പ്രവർത്തനം എന്നുള്ളത്. എൻ്റെ ഹിന്ദു സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവൾ പറയുന്ന വാക്കിനൊന്നും ഇവിടെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ. ഓൾ പറഞ്ഞ പോലെ ഒരു കാര്യത്തിനും അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ ഓൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഇസ്ലാമിക മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ നിയമത്തിൽ. മറ്റൊന്ന് വെച്ചെങ്കിൽ, അവൾ വലിയ ആരാധികയെന്ന് പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ വളരെ കൂടുതൽ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു ഒക്കെ പറയുന്നു. അങ്ങനെ അവൾ വരച്ച ഫോട്ടോ 1000-ഓളം വരച്ചു എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഇറങ്ങുന്ന എല്ലാ വീഡിയോൻ്റെ പിന്നിലും, അതായത് മുസ്ലിം സമുദായം ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പോലെ ആയിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഹിന്ദു സഹോദരന്മാരോട് പറയാനുള്ളത്. ഒരു ഹിന്ദു സഹോദരൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിൽ ഒരുപാട് വിഷമതകൾ, ഭക്തന്മാരുടെ വിഷമം അറിയിക്കുന്ന അദ്ദേഹം. അപ്പോൾ എനിക്ക് എൻ്റെ ഹിന്ദു സഹോദരന്മാരോട് പറയാനുള്ളത് വെച്ചെങ്കിൽ, ഹിന്ദു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർ പല രൂപത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ളവരാണ്. ചിലപ്പോൾ അതൊരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലക്ക് അവൾക്കതെല്ലാം അറിയണമെന്നില്ല. പക്ഷേ ഇവിടെ തെറ്റുപറ്റിയായിരിക്കുകയാണ് ഹിന്ദുക്കൾക്കാണ്. നിങ്ങളിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ദേവാലയത്തിൻ്റെ അകത്ത് ഇന്നത് പേർക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്ക് തന്നെ ഇന്ന രൂപത്തിന് പ്രവേശനമുണ്ട് എന്ന് പോലും നിയമങ്ങളുണ്ട്. ഇതൊന്നും മാനിക്കാതെ കണ്ട് ഒരു മുസ്ലിം സ്ത്രീ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ വരച്ചെന്ന് പറയുമ്പം, ഒരു മുസ്ലിം സ്ത്രീയല്ലേ വരച്ചത് എന്നുള്ള ആവേശത്തോടു കൂടിയിട്ട് അതിനെ സ്വീകരിച്ച ഹിന്ദുക്കളാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ. കാരണം എന്തെന്നറിയും, ഇത് ഞാൻ പറയാൻ കാരണം വെച്ചെങ്കിൽ, എല്ലാ വീഡിയോൻ്റെയും അകം നോക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ കാണുമ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ ഹിന്ദു സമുദായത്തിനെ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന രൂപത്തിലാണ് ഓരോ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കാണുന്ന സഹോദരന്മാർ. യഥാർത്ഥത്തിൽ ഈ ജസ്ന എന്ന് പറയുന്ന ഈ പെൺകുട്ടി, അവളെ സംബന്ധിച്ചിടത്തോളം അവളൊരു ജീവിതമാർഗം എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പല രൂപത്തിലായിട്ട് ഉരുത്തിരിഞ്ഞ് അവസാനം ഓൾ തന്നെ പ്രതി എന്നുള്ള രൂപത്തിലായിട്ട് മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് വീഡിയോൻ്റെ അകം നോക്കുമ്പോഴേക്ക് കാണുന്നത്, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന എന്നുള്ള രൂപത്തിലാണ് ആ എല്ലാ വീടിൻ്റെ ഏകദേശം ഭാവങ്ങളൊക്കെ കാണുന്നത്.
അതെന്ത് പറയാൻ കാരണം വെച്ചെങ്കിൽ ഈ ജസ്ന പറഞ്ഞല്ലോ, ജസ്നക്കെതിരായി ജസ്നെ പൊക്കി നടന്ന ആളുകളെല്ലാം ഇപ്പോൾ എതിരായിട്ട് ശത്രുവായിട്ട് മാറി. കാരണം യഥാർത്ഥ ഭക്തന്മാർ ഇതിനെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളും വിഷമവും ബുദ്ധിമുട്ടൊക്കെ അതിൻ്റെ ആചാരത്തിൻ്റെ തടസ്സങ്ങളും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇവൾ ആദ്യം ചുമലിലേറ്റി നടന്നവർക്ക് തന്നെ താഴെയിടാൻ തോന്നി. അപ്പോൾ അവൾ കൊടുത്ത മറുപടി എന്നറിയോ, ഞാൻ ചെയ്ത് തെറ്റുന്നെന്ന് ഹിന്ദുക്കൾക്ക് സന്ധ്യക്ക് ദീപം വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ അവർക്ക് ദീപം തെളിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കി കൊടുത്തത്. ഇത് അവൾ പറഞ്ഞ വാക്കാണ്. അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഓരോ ആളുകളും ഹിന്ദു ഭക്തന്മാർ പ്രകടിപ്പിക്കുന്നത്. അതിൽ ഏകദേശം മുസ്ലിങ്ങളെ വിഷമിപ്പിക്കുന്ന കൂടുതൽ കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയും സഹോദരന്മാരെ കേൾക്കുന്ന ഹിന്ദു സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്. എനിക്ക് പറയേണ്ടതെന്നറിയും അതിന് മറുപടി അയച്ചു. ഹിന്ദുക്കളെ നശിപ്പിക്കാൻ ഇവിടെ മുസ്ലിങ്ങളാരും രംഗത്തിറങ്ങുന്നില്ല എന്നൊന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ ചിന്താഗതി നമുക്കാർക്കും ഇല്ല. പിന്നെ മുസ്ലിങ്ങളെന്ന് വെച്ചാൽ നന്ദിയുള്ളവരാണ്. കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾ രണ്ട് കൈയിൽ നീട്ടിയിട്ട് സ്വീകരിച്ച മതമാണ് മുസ്ലിം മതം. നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ടും നിങ്ങൾ സ്നേഹം തന്നതുകൊണ്ടും നിങ്ങൾ അഭയം തന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ മുസ്ലിം സമുദായം ഉണ്ടായതും മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസങ്ങൾ വളർത്തിയെടുത്തതും വളർന്നതൊക്കെ. അപ്പോൾ അവരെ ഒരിക്കലും നശിപ്പിക്കാൻ മുസ്ലിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അത് മുസ്ലിമിൻ്റെ വിശ്വാസത്തിന് പോലും യോജിക്കുന്ന കാര്യങ്ങളല്ല. എത്രയോ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരിട്ടായിട്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ചില ഹിന്ദു നാമധാരികൾ, ഹിന്ദു സമുദായം ഞാൻ പറയുന്നില്ല, ഹിന്ദു നാമധാരത്തിൽപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളെ എത്ര ഒരുപാട് ദ്രോഹിക്കുന്ന ആളുകളുണ്ട്. എന്തെല്ലാം ക്രൂരത ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ത്യയിൽ. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൻ്റെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ പിന്നെ മുസ്ലിംസോ ആരെങ്കിലും നാവുന്ന് ഇതുവരെ നിങ്ങൾ വരുന്ന കണ്ടില്ല ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് വരെ മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. ചില വർഗീയ ചിന്താഗതിക്കാരുകൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് മാത്രമേ പറയാറുണ്ടാവുള്ളൂ. എന്തുകൊണ്ടത്? നന്ദിയുള്ളതുകൊണ്ട്. അങ്ങനത്തെ നന്ദിയോടുകൂടി ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഒരു ഒറ്റപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് അവൾ അമ്പലത്തിൻ്റെ നടിയോളം കയറാനായത്. നിങ്ങളാണ് അവരെ കയറ്റിയത്, ഹിന്ദുക്കളാണ് കയറ്റിയത്. അതിൻ്റെ കുറ്റക്കാരാരാണ്? ഹിന്ദുക്കൾ തന്നെയാണ്. നിങ്ങളെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ കടമയിൽപ്പെട്ടതാണ്. നിങ്ങൾ എന്തിനു അവൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു? അവസാന ഘട്ടത്തിൽ നിങ്ങളെ ഇങ്ങനെ പറയും നിർത്തിക്കെത്തി. നിങ്ങൾക്ക് ദീപം വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഞാൻ വരച്ചു കൊടുത്തത് അല്ല സഹോദരന്മാർ. ആരും അതിനെപ്പറ്റി വിഷമിക്കുന്നു വേണ്ട. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അവളെ അനുകൂലിക്കുന്ന മുസ്ലിംസ് അല്ല ഇവിടെ ഉള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച സമുദായമാണ് ഹിന്ദു സമുദായം. അതുപോലെ തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പേ ഹിന്ദു സമുദായങ്ങൾ ആരാധന നടത്തുന്നുണ്ട്. വൈകുന്നേരവും രാവിലെയൊക്കെ ഭക്തിയോടുകൂടി ദീപം വെക്കുന്നതും ആരാധിക്കുന്നതും തൊഴുന്നതും ഒക്കെ ഉണ്ട്. അല്ലാതെ കണ്ട് ജസിന ഫോട്ടം വരച്ചത് കൊണ്ടാണ് ഹിന്ദു ഭക്തന്മാർ വൈകുന്നേരം ദീപം തെളിയിച്ചിട്ട് തൊഴുന്നതെന്ന് ഇവിടുത്തെ ഒരൊറ്റ മുസ്ലിം വിശ്വസിക്കില്ല. ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാം നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ വന്നു നിന്നുള്ളത്. അതുകൊണ്ട് ഒരു ജസിന എന്നുള്ള പേര് ഒറ്റൊരു വ്യക്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ മുസ്ലിം സമുദായത്തിന് എല്ലാവരെയും മനസ്സ് വിഷമിപ്പിക്കുന്ന രൂപത്തിൽ ഹിന്ദു സമുദായത്തിലുള്ള ആരും തെറ്റിദ്ധരിക്കരുതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നിങ്ങളിൽ വന്ന തെറ്റാണ്. ഗാനഗന്ധർവൻ എന്ന് പറയുന്ന യേശുദാസ് ഒരുപാട് ഭക്തിഗാനം പാടിയ ആളാണ്. ആ യേശുദാസിന് പോലും അവിടെ ഒന്ന് പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് അനുവദിക്കാത്ത ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ജസ്ന ഒരു ഫോട്ടോ വരക്കുമ്പോൾ ആ ഫോട്ടോ വാങ്ങിയിട്ട് അവളെ വലിയൊരു ആരാധികയാക്കിയിട്ട് നിങ്ങൾ വളർത്തിയെടുത്തത് നിങ്ങളെ തെറ്റാണ്. അവിടെ കമ്മിറ്റിയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. അവിടെ ആരാധനയെപ്പറ്റി അറിയുന്ന ആളുകളുണ്ട്. അതിന് ദേവസ്വം ബോർഡുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഭക്തന്മാരൊക്കെ ഉണ്ടാവും. ഇവരെന്തിനാണ് ഇവൾക്ക് അതിനുള്ള സാഹചര്യം കൊടുത്തത്? എന്നിട്ട് നിങ്ങൾ അവളെ ഫോട്ടോയും വാങ്ങിയിട്ട് അവളെ വളർത്തി ഇത്ര വലുതാക്കിയതിന് ശേഷം ഇപ്പം ലാസ്റ്റ് ഈ ഒരു വാക്കും കൂടെ പറഞ്ഞപ്പോൾ ഹിന്ദുക്കളെ അവഹേളിക്കുന്നവളാക്കിയിട്ട് നിങ്ങൾ അവളെ മാറ്റി. അതോടുകൂടി മുസ്ലിങ്ങളെയൊക്കെ ഹിന്ദുക്കളെ ചവിട്ടി താഴ്ത്തുന്നവളാക്കിയിട്ട് മാറ്റി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവളറിയാതെ ചെയ്തതാണ്. പക്ഷെ അറിഞ്ഞ് ജീവിക്കുന്ന മുസ്ലിം ഈ ലോകത്ത് ഈ ഇന്ത്യ രാജ്യത്തിലുണ്ട് സഹോദരന്മാരെ. ഏതെങ്കിലും ഒരാൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ചെയ്ത് കേരളത്തിൽ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഏതെങ്കിലും മുസ്ലിങ്ങൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് നിങ്ങൾ അമ്പലത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ
ഒറ്റപ്പെട്ട വ്യക്തികളെ ഒറ്റപ്പെട്ട രൂപത്തിൽ തന്നെ അതിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്ന് വെച്ചെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ ആരും ഇവിടെ ചെയ്യുന്ന ഒന്നിനും ആദ്യം തന്നെ എതിർ തന്നെയാണ്. ആദ്യമേ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു ശ്രീകൃഷ്ണ ഭക്തിയാണെങ്കിൽ നിനക്കെന്താ നീ മതം മാറിപ്പോയാൽ പോരെ. കാരണം ഇസ്ലാമിൽ അങ്ങനെ ഒരു 2-3 വിശ്വാസം ഒന്നും ഒരുമിച്ച് കൊണ്ടുവന്ന് പറ്റൂല. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അതിന് ഉറച്ചു നിൽക്കണം. അതല്ലെങ്കിൽ ഇല്ലക്കും ദീനിക്കും വഴി, നിനക്ക് നിൻ്റെ വഴി എനക്കെൻ്റെ വഴി എന്ന് പറഞ്ഞ ഖുർആൻ്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹിന്ദുവിനും അറിയില്ല, യഥാർത്ഥത്തിൽ മുസ്ലിംസിൻ്റെ വിശ്വാസം അറിയില്ല, ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസം അറിയില്ല. അവൾ ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തിയെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്, അത് ശരിയും തന്നെയാണ്. പക്ഷെ അവസാനം ഇത് പറ്റിയവിടെയാണ് നമ്മുടെ നാട്ടിലൊരു സമ്പ്രദായമുണ്ട്. ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ആരെങ്കിലും ഹിന്ദു മതത്തിലേക്ക് അങ്ങോട്ട് കയറി വരും തോന്നിയാൽ ഓളെ വേഗം ഭാര്യ പുണരലും, എന്നിട്ട് ഇതാ മുസ്ലിങ്ങളിൽ നിന്ന് അകന്നിട്ടെല്ലാവരും ഹിന്ദു മതം സ്വീകരിക്കാൻ വരുന്നതെന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെയുണ്ട്. അവർക്ക് പറ്റിയ തെറ്റാണ് ഇത് എന്ന് നമുക്ക് തോന്നുന്നത്. അതില്ലെങ്കിൽ ഓള് വരച്ച ഒരു ഫോട്ടോ വാങ്ങാൻ വേണ്ടി നിങ്ങൾ അമ്പലത്തിൻ്റെ നടവരെ എന്തിനവളെ എത്തിച്ചു? അപ്പോൾ ഈ ഭക്തന്മാരൊന്നും ഈ അമ്പലത്തിൽ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാനത് അങ്ങനെ 1-2 കുറേ വീഡിയോ കണ്ടപ്പോൾ എല്ലാത്തിനും മുസ്ലിങ്ങളെ പരിചാരിച്ചാണ് പറയുന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയേണ്ടത്, ഈ ജസ്നാനോടും പറയാനുണ്ട് ഒന്ന്, ഓള് പറഞ്ഞ വാക്കിന് മറുപടി. ഈ സമുദായം, മുസ്ലിം സമുദായം ഈ രാജ്യത്ത് കയറി വരുന്നതിന് മുമ്പേ ഇവിടെ ഈ ഹിന്ദു മതവിശ്വാസികൾ ആരാധിക്കുന്നുണ്ട്, വിളക്ക് വെക്കുന്നുണ്ട്, രാമായണം ചെല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവർ ഭക്തന്മാർ തന്നെയാണ്. ആ ഭക്തിയോടുകൂടി തന്നെയാണ് എല്ലാ സമുദായങ്ങളെയും സ്വീകരിക്കാനുള്ള മനസ്സുള്ള ഹിന്ദുക്കൾ ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് സ്വീകരിച്ചിരുന്നതും നമ്മളിന്ന് ജീവിക്കുന്നതും ഇന്ന് ഇവിടെയുള്ള ഓരോ മുസ്ലിമിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ സഹോദരനെ എനിക്ക് പറയാനുള്ളത്, മുസ്ലിങ്ങളെ ഒരുപാട് ഹിന്ദു നാമധാരികളെ ചില ആളുകൾ ആക്രമിച്ചാലും ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നത് ഇന്ന് വരെ പറയാണ്ടിരിക്കാനുള്ള കാരണം എനിക്ക് ഇത്രയേ പറയാനുണ്ട്. കാരണം ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് ഇതിനൊന്ന് വർഗീയതാതിയിലൂടെ നിങ്ങൾ ചർച്ച ചെയ്യരുത്. അവൾ ചെയ്യുന്ന തെറ്റ് ഇനി മേലിലും കൂടെ ഇതൊരു പാഠമാവണം. കയറ്റാൻ പാടില്ലാത്ത സ്ഥാനത്തേക്ക് മറ്റു സമുദായത്തിൽ ആളുകൾ വരുമ്പം അവരെ കയറാൻ അനുവദിക്കാണ്ട് നിൽക്കേണ്ടത് അവിടെ അതുമായിട്ട് ഉത്തരവാദപ്പെട്ട ആളെ കടമയാണ്. ഇതിൽ യഥാർത്ഥത്തിൽ 100% തെറ്റ് ചെയ്തത് അതേ ഹിന്ദു സമുദായത്തിൽപ്പെട്ട അവിടെ നേതൃത്വം കൊടുക്കുന്ന ആൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്, കാരണം മനസ്സ് വിഷമം കൊണ്ട് പറയും. കാരണം എല്ലാത്തിനും മുസ്ലിങ്ങളെ മുകളിലേക്ക് പരിചാരുമ്പോൾ അത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം മുസ്ലിങ്ങൾ ഇത് മനസ്സാവാചകരമാണ്, ഒന്നും അറിയാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ആരോ എന്തു ചെയ്ത് പെട്ടെന്നൊരു ഫോട്ടത്തിൻ്റെ പ്രശ്നം വരുന്നു, അങ്ങനെ ഒരു അതുമായിട്ട് കാണുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇതേ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ ഈ പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയപ്പോഴും ഇപ്പോഴും കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിന് കുറച്ച് വിഷമമായതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം. ആരും ഇതിൽ വിഷമിക്കുകയും ചെയ്തത്, നമ്മളെ നിസ്സഹായതയും വിഷമവും അറിയിച്ചതേ ഉള്ളൂ. തെറ്റുകുറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയെങ്കിലും പവിത്രമായ അമ്പലത്തിൻ്റെ, നിങ്ങൾ ബഹുമാനിക്കുന്ന ദേവസ്ഥാനത്തിൻ്റെ അടുത്ത് അനാവശ്യം വന്നു കയറുന്ന ആളുകൾക്ക് സ്ഥാനം കൊടുക്കരുത്. ഇന്നത്തെ കാലഘട്ടം അത് തന്നെയാണ്. ചിലപ്പോൾ ചില ആളുകൾ ചില മുതലെടുപ്പിനും ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അജണ്ടകളുണ്ടാവും. ഇല്ലെന്നൊന്നും പറയുന്നത് വേണ്ട, കാരണം ഇന്ന് ഇന്ത്യൻ്റെ അവസ്ഥയിൽ ആ രൂപത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരവരെ ഭക്തി നിർവഹിക്കുകയും ഭക്തന്മാരെ ജീവിക്കുകയും അവരവരെ ഭക്തി ചെയ്യുന്ന ദേവസ്ഥാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കടമയാണ്. അതിൻ്റെ ബോധവാന്മാരായിട്ട് നിങ്ങൾ നിൽക്കണം. ഞാൻ ആ സഹോദരൻ പറഞ്ഞൊരു വാക്ക് പറഞ്ഞത്, ഹിന്ദു ഉണരണമെന്ന് പറയുന്നില്ലേ, ഹിന്ദു ഉണരേണ്ടത് ഇങ്ങനെ മുസ്ലിങ്ങൾ അവഗണിക്കാനല്ല, ഹിന്ദുവിൻ്റെ വിശ്വാസത്തിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഉണരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മതസ്ഥാപനം നിങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ തെറ്റിന് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം.